നമുക്ക് കാറിലേക്ക് കൊണ്ടുപോവാം. എന്താ ഉണ്ടായെന്ന് വേഗം പറയും. ആ കുളക്കയറിനെ കൂടെ ഇരുന്നാൽ പറയൂ. കസ്റ്റംസ് ഓഫീസറാണ്. അതെ സാർ. അയാൾ കപ്പലിൽ വന്ന് ബഹളമുണ്ടാക്കി. കുഴപ്പമാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ കടലിൽ ചാടിയതാണ്. ഗ്രേസി ഇപ്പോൾ ഇറങ്ങണ്ട. അദ്ദേഹത്തിന് ഒരു ചെറിയ ബോധക്ഷയം ഉണ്ടായത് കാരണം ഞാൻ വേറെ മുറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മിസ് മാത്യുവിനോടൊപ്പം പോയാൽ കാണാം. മാറ്റി പറഞ്ഞു.
കണ്ടുവിടും. അങ്ങനെ അങ്ങ് പോയാലേ സ്വാമി. ഇപ്രാവശ്യം കോളൊന്നും കിട്ടിയില്ല. അതെല്ലാം അന്നേ വന്നേക്കില്ലേ, അത് നമുക്ക് അർത്ഥം പറ്റിയതാണ്. എന്നാലും ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേക്കാം. വെറുതെ ഒന്ന് പരിശോധിക്കാം. വെറുതെ ഇതിന് സമയം കളയുന്നു. ഞാൻ പോട്ടെ. ഇപ്പൊ വിട്ടേക്കാം. ഇത് വേണം. ഈ ബെൽറ്റ് അഴിച്ച് സ്വാമി. ഇല്ല, ഇത് ഞാൻ തരില്ല, കൊള്ളാനും തരില്ല. മര്യാദയ്ക്ക് ബെൽറ്റ് അഴിക്കുന്നതാണ് സ്വാമിക്ക് നല്ലത്. സ്വാമി തന്നെ അഴിക്കുന്നോ അതോ ഞാൻ അഴിക്കണോ? അയ്യോ, ഞാൻ തന്നെ അഴിക്കും. അഴിക്കും. അപ്പൊ സ്വാമി കള്ളപ്പണ്ണിന്റെ വ്യവസായിയാണല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഒരു അബദ്ധം സംഭവിച്ചാണെന്ന് ഞാൻ വിചാരിച്ചു. ആദ്യം സംഭവിച്ചതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിട്ടയക്കുകയും ഇനി വിടുകയും. ഇപ്രാവശ്യം കൂടി എനിക്ക് മാപ്പ് വേണം സാർ. ഇനി ഞാൻ ഒരിക്കലും ഇത് ചെയ്യും. ഞാൻ ശുദ്ധ ബ്രാഹ്മണനാണ് സാർ. ശുദ്ധ ബ്രാഹ്മണെന്ന് പറഞ്ഞല്ലേ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പോയത്. എന്നിട്ട് വീണ്ടും അതേ കുറ്റമല്ലേ നിങ്ങൾ ആവർത്തിച്ചു. ഇനി നിങ്ങൾക്ക് മാപ്പ് തരില്ല. സാർ, ദേവി ഇത് ഞാൻ പറയുന്നത് കേൾക്കണം സാർ. കഴിഞ്ഞ നമ്മൾ എന്റെ ഭാര്യയുടെ വളർച്ചയായിട്ടാണ് പണക്കാരനാണ് അറിയിച്ചത്. ഇപ്രാവശ്യം കടക്കാരെ വീട്ടിൽ നിർത്താത്തതുകൊണ്ട് ഞാൻ വന്നുപോയതാണ് സാർ. ഇത് കൊണ്ട് കൊടുത്ത് അവരുടെ ഏർപ്പാടുകൾക്ക് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും ഇതിന് വരില്ല സാർ. പട്ടിണി എന്ന് സത്താ പോലും ഞാൻ ഇതിന് വരില്ല സാർ. ഒരു പ്രാവശ്യം കൂടി എന്നെ രക്ഷിക്കണം സാർ. ഇല്ല, അക്കാര്യം മാത്രം പറയാം. കഴിഞ്ഞ പ്രാവശ്യം കേസാക്കാതെ നിങ്ങൾ വിട്ടുകൊണ്ടല്ലേ വീട്ടിൽ നിങ്ങൾ വന്നത്. ഇനി നിങ്ങൾ വരികയും നിങ്ങളെപ്പോലെയുള്ളവർ ജയിലിൽ അടച്ചില്ലെങ്കിൽ ഈ രാജ്യം തന്നെ നശിച്ചു. ശരി, മേലാൻ ആവർത്തിക്കുന്നു. ഇല്ല സാർ, മരിക്കുന്നത് വരെ ആവർത്തിക്കില്ല. ഇത്തവണ കൂടെ എനിക്ക് മാപ്പ് തന്നാൽ മതി. എങ്കിൽ വേഗം ഇറങ്ങിപ്പിക്കോളൂ. മേലാൻ ഈ പ്രദേശത്ത് കണ്ടുപോകും. സാർ, ഈ സ്വർണം കൂടി കേസാക്കി വരുന്നത് സ്വർണ്ണവും വേണം. അയ്യോ, ഈ സ്വർണ്ണം വീട്ടിൽ നോക്കില്ല. എങ്കിൽ പോകണ്ട, ഞങ്ങൾ കേസ് ചേർത്തില്ല. പഴയ കടം തീർക്കാൻ എന്റെ ഒരു സ്നേഹിതൻ സഹായിക്കാനാണ് ഞാൻ ഈ സ്വർണ്ണം വാങ്ങിച്ചത്. ഇതുപോലെ നിങ്ങൾ പിടിച്ചെടുത്താൽ ഞാൻ ആത്മഹത്യ ചെയ്താൽ മതി. വീട്ടിലേക്ക് തിരിച്ചു ചെല്ലണ്ട. അപ്പോൾ സ്വർണവും തന്ന് നിങ്ങൾ വെറുതെ വിടണമെന്നാണോ പറയുന്നത്? സ്വർണ്ണമില്ലെങ്കിൽ എന്നെ വിടണ്ട സാർ. എന്നെ കൊന്നേക്കും. കൊല്ലുകയും പറ്റുന്നില്ല. നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ഞാക്കപ്പെടണം. നിർബന്ധമായി അറസ്റ്റ് ചെയ്തോ. അല്ല, ഞാൻ എന്ത് പറയാനാണ്? അറസ്റ്റ് ചെയ്താൽ എന്നെ കൊല്ലില്ലല്ലോ, കോടതിയിൽ ഹാജരാക്കുമല്ലോ. അപ്പോൾ ഇപ്പോഴും ഇതിന് മുമ്പും ചെയ്തല്ല ഞാൻ അവിടെ പറഞ്ഞോളാം. എവിടെ കോടതി? നിങ്ങൾ എന്ത് പറയും? ഞാൻ സത്യം പറയും. അല്ലെങ്കിൽ സ്വർണ്ണം തന്നെ വിട്ടേക്ക്. ഒറ്റ കുഴപ്പവും. താൻ പോലീസിനെതിരായി കോടതിയിൽ മൊഴി കൊടുക്കും അല്ലേ? മൊഴി കൊടുക്കാതിരുന്നിട്ട് എന്ത് പ്രയോജനം? പറയണം. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്റെ പൊന്ന് തട്ടിയെടുത്തു. ഇപ്രാവശ്യം അങ്ങനെ ചെയ്താൽ ഞാൻ ജീവിച്ചിരുന്നൊരു കാര്യമുണ്ടോ? അതുകൊണ്ട് എന്നെ തൂക്കിക്കൊന്നാലും ശരി, എന്റെ കയ്യിൽ നിന്നും പൊന്ന് തട്ടിയെടുത്ത കാര്യം ഞാൻ കോടതിയിൽ പറയും. അല്ലെങ്കിൽ ഇപ്രാവശ്യം എന്റെ പൊന്നിൽ നിന്ന് എന്നെ വിട്ടേക്ക്. തന്നെ വിടണം അല്ലേ? താൻ കോടതിയിൽ പോലീസിനെതിരായി മൊഴി കൊടുക്കുന്നത് ഞാനത് കാണും. ഞാൻ ആദ്യം ഇറങ്ങോ ഗുരുവായൂർ
സ്വർണം വിൽക്കുക, എന്നിട്ട് വഴിയിൽ വെച്ചത് പിടിപ്പിക്കുക, വീണ്ടും നിങ്ങളുടെ തന്നെ വരുത്തുക, പിന്നെയും വിൽക്കുക. പാവങ്ങളാരും ഭയന്ന് പോലീസിൽ പരാതിപ്പെടുകയില്ല, നിങ്ങൾക്ക് രക്ഷപ്പെടുകയും ചെയ്യും.